ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഗായ്സ്, ഇന്ന് ബിന്ദിൻ്റെ എൻഗേജ്മെൻ്റ് ആണ് കേട്ടോ, സൺഡേ ആണ്. അപ്പോൾ ഞാൻ മാറ്റിയിട്ടുണ്ട്, ഓള് മാറ്റിലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. രാവിലത്തെ ചെറിയ ചെറിയ ഷൂട്ട് നമ്മൾ ചായ അടിക്കണമൊക്കെ ഉള്ള വീഡിയോസൊക്കെ ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ വീട് കേട്ടോ. അപ്പോൾ പന്തലൊക്കെ ഇട്ടിട്ട് സെറ്റായിട്ടുണ്ട്. അപ്പോൾ 1 മണിക്കാണ് അവർ വരുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ ചിലപ്പോൾ മൈക്ക് വെച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ചെറിയൊരു കമ്മി ഉണ്ടാവും സൗണ്ടിന്. അപ്പം ബാബു ഓടിയാണ്, ബാബു അവിടെ നിൽക്കുന്നുണ്ട്. ഞാൻ ബാബുവിനെ വിളിക്കുവാണെങ്കിൽ അപ്പം ബിന്ദിയാണ് വരുന്നത്. ബിന്ദി വന്നോ. അപ്പോൾ ഗൈസ്, ഫുൾ വീഡിയോ ഉണ്ട്. ഓളെല്ലാ വീഡിയോൻ്റെ അപ്ഡേഷനും ഞാൻ ഇനി വീഡിയോയിൽ ഇടുന്നതാണ് കേട്ടോ. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മളുടെ എന്താ പറയുക എൻഗേജ്മെൻറ്റ് ലുക്ക്. ഇങ്ങനെയാണ് വരുന്നത് ഫുള്ളായിട്ടൊക്കെ. മഴയാണ്. ഓൾക്ക് നല്ല ബർക്കത്തുണ്ട് തോന്നുന്നു ഗൈസ്. ഫുള്ള് മഴയാണ്. ഇന്നലെ മുതൽ കട്ട വെറ്റും മഴയാണ്. അപ്പം നല്ല ലുക്ക് അയച്ചിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട്. ആള് വാട്ടെ ബ്യൂട്ടി. അപ്പം വല്യാക്ക അവിടെ ഞാൻ നിന്ന് നോക്കണ്ട, ഇന്നെ കൂട്ടാത്തോട് വീഡിയോ എടുക്കണമെന്നുള്ള ആ ഒരു കുയിന്താ മുഖത്തുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഒന്ന് പോയാൽ കൊള്ളുക്ക്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഫുൾ വീഡിയോ ഉണ്ട് ഗൈസ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ്സ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ ചിലവരൊക്കെ ബിന്ദിൻ്റെ വീഡിയോയിൽ പോയിങ്ങാണ്ട് പറയുന്നുണ്ട്, എന്താ ഇപ്പോൾ താത്താൻ്റെ വീഡിയോസ് ഒന്നും കാണുന്നില്ലല്ലോ എന്ന്. ഒന്നുമല്ല, ലോങ് വീഡിയോ ഇടാനുള്ള മൂടില്ല ഗൈസ്, അതുകൊണ്ടാണ് വേറെ ഒന്നല്ല. സബ്സ്ക്രൈബ് ചെയ്യാം, അത് പിന്നെ എപ്പോഴും കേൾക്കണതാണ്. അപ്പോൾ ഗൈസ്, എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. എന്തായാലും കുറച്ച് ബിസിയാണ്. വീഡിയോ കണ്ടോ. ഇതിൻ്റെ ചെറിയൊരു ലുക്ക് വരുന്നത് നമ്മൾ ഡൈനിങ് ഹാളാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ചെറിയ ലൈറ്റിൻ്റെ പ്രോബ്ലം ഉണ്ടോ, ഒന്നാമത് മഴ പെയ്യല്ല, അതുകൊണ്ടാണ് ഇക്കാരം. ഗൈസ്, എല്ലാവരും ചായ അടിക്കാൻ കേട്ടോ. ഞാൻ അവത്ത് കുറച്ച് പണിയുണ്ട്, കഴിഞ്ഞിട്ട് വേണം. പെണ്ണുങ്ങളെ പിന്നീട് കേക്ക് വന്നിട്ടുണ്ട്. ഞാനും ബിന്ദി കൂടി പോയി വാങ്ങാനായിട്ട് പോയതാണ് കേട്ടോ. ഇതാണ് കേക്ക്. ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാനും പറഞ്ഞു. എൻ്റെ അടിപൊളി കേക്കാണ്, കാണാൻ കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന ഡീറ്റെയിൽസ് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ എന്തായാലും അവൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് ഞാനും ഡ്രസ്സ് ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് നമ്മൾ കേക്ക് വന്നത്. അപ്പോൾ ഗൈസ്, ഇനി നമുക്ക് മറ്റു കാര്യങ്ങൾക്ക് കിടക്കണം. അപ്പോൾ എന്തായാലും നമുക്ക് വീട്ടിൽ പോവാം. അപ്പോൾ ഗൈസ്, റെഡി ആവലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫുഡ് സെറ്റ് ചെയ്യണോടത്ത് ഇങ്ങനെ വന്ന് നിൽക്കാണ്. നിക്ക് ഇങ്ങോട്ട് നിന്നാ ഗൈസ്. അടിപൊളിയായിട്ടുണ്ട്, നല്ല രസമുണ്ട് മാഷാഅല്ലാ. ഗൈസ്, ഇതാണ് ഉള്ള ലുക്ക് വരുന്നത്. നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഗസ്റ്റിന് കോഫി എടുക്കാൻ പോകണം. ഇതാണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട്. ഒന്ന് ഹലോ കൊടുക്കും. നമുക്ക് നമ്മളെ മുത്താപ്പാന്റെ പോലെ എടുത്തൊക്കെ ഒന്ന് പോയോട്ടോ. എങ്ങനെയുണ്ട് എന്നെ കാണാൻ? സുന്ദരിയല്ലേ? ഇത്രയും സുന്ദരിയായ ഒരു പെണ്ണ് അവിടെ നിൽക്കുമ്പോ അത് ഞാനിപ്പോ പറഞ്ഞാല് നീ വേറെ വല്ല പെൺകുട്ടിയായിട്ട് വന്നിട്ട് ബാബു വന്നിട്ടുണ്ട്. ബാബുവിന് വീഡിയോ കുറച്ച് തിരക്കിലായിരുന്നു. അപ്പൊ നമ്മള് പുതിയാപ്പള്ളിനെ കാത്തിരിക്കുകയാണ് അല്ലേ, മണവാളിനെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഓരോന്ന് പോകുന്ന പറഞ്ഞിട്ടുണ്ട് അല്ലേ. ബാബുവിന് തല മാത്രം പറഞ്ഞോളൂ. ഞാൻ കുറച്ച് ഹൈറ്റ് കുറവുള്ള, ഞാൻ ഷോർട്ട് ഗേൾ ആണ് കേസ്. അതുകൊണ്ട് തന്നെ എന്ത് ശരി, ആർക്ക് ശരി, വലിയ കുറച്ച് ഹൈറ്റ് കൂടുതലാണ്. അതുകൊണ്ട് എനിക്ക് എത്താൻ കുറച്ച് പണിയാണ്. ഞാൻ തിരക്കിലാണ്. ഇവിടെ വീഡിയോ ആയിട്ട് തുടരും. ഇന്നലെ ഏതാക്കെ ഭയങ്കര പരാതിയാണ് കേട്ടോ. എടി ഇന്റെ ഒക്കെ എടുക്കാതെ വീഡിയോ എടുത്തെന്ന് ഭയങ്കര പരാതിയായിരുന്നു. അപ്പൊ ആ നോട്ടൊക്കെ ഉണ്ടപ്പോൾ മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ മൂപ്പരാളൊന്നും കൂടി കൊടുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളെല്ലാം കൂടുതലായിട്ട് ഉണ്ടാവുക ഇന്നത്തെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എന്തായാലും ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പറയാം കേട്ടോ. അങ്ങനെ കുറച്ച് നേരത്തിനുള്ളിൽ തന്നെ ചെക്കൻ എത്തിയിട്ടാ. അപ്പോൾ ചെക്കൻ വന്നു അറിഞ്ഞേക്കന്നെ എല്ലാവരും സിറ്റ് ഔട്ടൊക്കെ ഇറങ്ങി നിൽക്കുന്നുണ്ടായിരുന്നത്. അച്ഛൻ മുന്നിലുണ്ട്, കാരണം അവനൊരു ബൊക്ക ചെക്കന് കൊടുക്കണം എന്ന് ചെറിയൊരു പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ബൊക്കൊക്കെ പിടിച്ച് മൂപ്പരാൾ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ വീടിൻ്റെ അവിടേക്ക് വലിയ വണ്ടികളൊന്നും വരില്ല, നമ്മളെ റോഡ് ചെറുതായതുകൊണ്ട് തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ കാറൊക്കെ അവർ വഴിയിൽ നിർത്തിയിട്ടിട്ട് അവിടെ നിന്ന് നടന്ന് വരിക എന്നിട്ടുണ്ടായിരുന്നത്. എന്തോ ഒരു ഭാഗ്യത്തിന് ആ ടൈമിൽ മാത്രം മഴ ഉണ്ടായിരുന്നില്ല, കാരണം രാവിലെ മുതൽ പെരും മഴയായിരുന്നു ഗൈസ്. അതുകൊണ്ട് തന്നെ അവർക്ക് മഴ നനയാതെ വീട്ടിലെത്താൻ പറ്റിയിട്ടാണ്. പിന്നെ അവർ പരിചയപ്പെട്ടതിന് ശേഷം അവർ ഉള്ളിൽ കടക്കാനായിട്ട് നിന്നു. ആ മുന്നിലുള്ള ചെക്കന് അവർ രണ്ടാളെയും ഡ്രസ്സ് ഒരേ കളറിലാണ് അവർ രണ്ടാളും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നുണ്ട് രണ്ടാളെയും കോമ്പിനേഷൻ. അപ്പോൾ
അവർ വരാൻ കുറച്ച് ലേറ്റ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത് ഫുഡ് കഴിച്ചിട്ട് മുട്ടായി കൊടുക്കൽ നടത്താമെന്നായിരുന്നു. അങ്ങനെ അവർ നേരെ വന്ന് ബിന്ദിനെ കണ്ടതിന് ശേഷം വെള്ളമൊക്കെ കുടിച്ച് കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് എല്ലാവരും കൂടി ഇറങ്ങാനാണ് ചെയ്തത്. ഞാൻ ഇതിൻ്റെ ഇടയിൽ കൂടെ വീഡിയോ എടുക്കലും നടത്തുന്നുണ്ട് കേട്ടോ. ഞാൻ എനിക്ക് അടി നിൽക്കാൻ പറ്റാഞ്ഞിട്ട് സ്റ്റെപ്പിൻ്റെ മുകളിലൊക്കെ ആയിരുന്നു ഞാൻ കയറുന്ന വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ബിന്ദിനെ ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് എൻ്റെ എൻഗേജ്മെൻ്റ് ആണ് ഓർമ്മ വന്നത്. എൻഗേജ്മെൻറ്റ് ടൈമിൽ എല്ലാവർക്കും ഒരു വെപ്രാളമായിക്കാറല്ലേ, അത് കല്യാണത്തിനും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ ഒരു കൊടുന്ന ഹാംബേഴ്സാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ എല്ലാവരും ഫുഡ് കഴിച്ചിട്ട് ഒക്കെ മുട്ടാടുക്ക് കൊടുക്കുകയും അങ്ങനെ ഞാൻ ഫുഡ് സെർവ് ചെയ്യണോടത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ ബാബുവിൻ്റെ ഫ്രണ്ട്സും എൻ്റെ അമ്മമാരും ഇപ്പയും ബാബുവും ഷാനും എല്ലാവരും ഉണ്ടായിരുന്നു. ഫുഡ് എടുത്തേക്കണത് പണിയിലായിരുന്നു. എന്തൊക്കെ ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബീഫ് ബിരിയാണിയും ഫ്രൂട്ട് റൈസും ചിക്കൻ കടായും അതേമാതിരി ബീഫ് ഫ്രൈ ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു വരാൻ നിൽക്കണതിൻ്റെ തൊട്ട് മുന്നായിട്ട് ഞാൻ ഓടി വന്നങ്ങാണ്ട് വീഡിയോ എടുത്താണ്ട്. ഇവരൊക്കെ നല്ല പണിപ്പെട്ട പണിയിലാണ്. അപ്പോൾ വീഡിയോ എടുക്കാനായിട്ട് ഞാൻ ഈ ഒരു ഭാഗത്തേക്ക് വന്നതാണ് കേട്ടോ. അപ്പോഴാണ് എൻ്റെ ഇമ്മ എത്തിച്ച് നോക്കണത് ഞാൻ കണ്ടത്. നിങ്ങൾ എപ്പോഴും ഇടയ്ക്കൊക്കെ എൻ്റെ ഷോർട്സിൽ കണ്ടിട്ടുണ്ടാവും. എൻ്റെ അമ്മായിമ്മേണ്ടാന്ന് നോക്കണത്. എന്താ അവൾ ഈ അവിടെ നിന്നങ്ങാണ്ട് പണി എടുക്കണമെന്ന് വെച്ചിട്ട് നോക്കണത് കേട്ടോ. ഫുഡ് സെറ്റ് ചെയ്യുന്നതിൻ്റെ ഉള്ളിൽ തന്നെ അവർ വന്നവർ തമ്മിൽ ഫോട്ടോസ് എടുക്കണ്ടായിരുന്നു കേട്ടോ. ഒന്ന് ചെക്കൻ്റെ താത്തിയും ഒന്ന് അമ്മോൻ്റെ മോളായിരുന്നു കേട്ടുണ്ടായിരുന്നത്. ഇത് മൂത്താപ്പയാണ് ചെക്കൻ്റെ. പിന്നെ അവരുടെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ കുട്ടിയൊക്കെ ഉണ്ട്. പൈസ ഈ മോന്തക്കോ അതിന്റെ പൊന്നെ പിന്നെ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവരൊക്കെ ഫുഡ് കഴിക്കാനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഒറ്റ ട്രിപ്പിൽ ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ടേബിളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം പണിയൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവർക്കും കൊണ്ട് വന്നിരിക്കേണ്ട ഒറ്റ ഒരു ഇതേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ട്രിപ്പായി ഒന്നും ഇരിക്കേണ്ട വന്നില്ല. പിന്നെ ഞാൻ ഈ ഒരു ഭാഗത്ത് നിന്ന് വീഡിയോ എടുക്കണതുകൊണ്ട് തന്നെ എല്ലാവരും പിന്നെ ചോദിക്കേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും അറിയാമല്ലോ നമ്മൾ ഈ യൂട്യൂബ് ചാനലിൽ വീഡിയോ ഇടാനാണെന്നുള്ളത്. അങ്ങനെ എല്ലാവരും ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ബിന്ദിക്ക് മുട്ടായി എടുക്കണ ചടങ്ങ് എന്നിട്ട് അടുത്തുണ്ടായിരുന്നു. അപ്പോൾ ഓരോരുത്തരായിട്ട് വന്നു. പിന്നെ ഫസ്റ്റ് ചെക്കനായിരുന്നു. ചെക്കൻ്റെ പേര് ഞാൻ അപ്പം തന്നെ റിവീൽ ചെയ്യാം. അനസ് എന്നാണ് അവൻ്റെ പേര് കേട്ടോ. നമുക്ക് അനസിനെ വിളിക്കാം ഇനി. അപ്പോൾ അനസ് ഫസ്റ്റ് വന്നിട്ട് എനിക്ക് ബൊക്കെ കൊടുത്തു. അതിന് ശേഷം പിന്നെ ഓരോരുത്തരായിട്ട് ഓരോ ഹാമ്പേഴ്സായിട്ട് ബിന്ദിൻ്റെ കയ്യിൽ കൊടുക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഇവരെ പറ്റി ഞാൻ എന്താ പറയുക, ഇവർ 4 വർഷമായിട്ടുള്ള പ്രേമമായിരുന്നു. ഇവർ രണ്ടാളും നന്നായിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചറിഞ്ഞിട്ടാണ് ഇവർ കല്യാണത്തേക്ക് കടന്നത് കേട്ടോ. അവർ രണ്ടാളും നല്ലൊരു കോമ്പിനേഷൻ. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് രണ്ടാളുടെ കോംബോ. പിന്നെയെന്ന് പറയാൻ അവനക്ക് 2 താത്താരും ഒരു അനിയനുമാണ് ഉള്ളത്. ഇത് അതിലൊരു താത്തയാണ്. സത്യം പറയുകയാണെങ്കിൽ കറക്റ്റ് ഡീറ്റെയിൽസ് എനിക്കറിയില്ല. ഇപ്പം അനിമാനി മാത്രമേ കറക്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴാണ് നേരിട്ടിട്ടാണ് ഞാൻ ഇപ്പോൾ ആദ്യമായിട്ടാണ് അവരെ കാണുന്നത് തന്നെ കേട്ടോ. ഇത് പിന്നെ വേറൊരു താത്തയാണ്. അങ്ങനെ 2 താത്താരാണ് അവർക്കുള്ളത്. 2 തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊന്നും അമ്മോൻ്റെ മോനാണ്. ഇവർ 3 ഇപ്പോൾ പരിചയപ്പെട്ടിട്ടുള്ളത്. ഇനി വഴി എനിക്ക് എല്ലാവരും വല്ലനെ പരിചയപ്പെടണം. പിന്നെ അവരുടെ 2 ഒരു കേക്ക് കട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അവരുടെ അതേ തീമിൽ അവരുടെ ഡ്രസ്സിൻ്റെ അതേ കളറിലുള്ളൊരു കേക്ക് ആയിരുന്നു നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. ഇത് ബിന്ദിക്ക് ഒരു എന്താ പറയുക ഒരു കേക്ക് എന്താ പറയുക ഹോം ബേക്കർ പ്രമോഷനായിട്ട് അയച്ചു കൊടുത്തതാണ് കേട്ടോ. നല്ല അടിപൊളി കേക്കായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഒരു കണ്ട പോലെ കിട്ടിയില്ല കൈസ്. അതാണ് ഏറ്റവും വലിയ സങ്കടം എന്നുള്ളത്. ഞാനായിരുന്നു പണ്ട് എൻ്റെ വീട്ടിലേക്ക് എന്ത് കേക്ക് കൊടുത്തിട്ടുണ്ടായാലും തീരെ മക്കളുടെ പരിപാടിയായി എൻ്റെ കയ്യിൽ ഏൽപ്പിക്കലുള്ളൂ. അത് എന്തൊക്കെയുണ്ടെന്ന് എനിക്കറിയില്ല. ഇത് അനസിൻ്റെ ഇപ്പം ഇമ്മയാണ് കേട്ടോ. ഒരു രണ്ടാളുമാണ്. ഓരോ കൂടെ നിന്നുള്ള കേക്ക് കട്ടിങ് വീഡിയോസാണ് ഈ കാണുന്നത്. പിന്നെ എനിക്കൊരു അനിയനുണ്ടെന്ന് പറഞ്ഞു. ഇപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഇവൻ്റെ പേര് ഷമ്മാസ് എന്നാണ്. ഇവരൊക്കെ ഇങ്ങനെ പേര് കേൾക്കാം ഇടയ്ക്കൊന്ന് കാണുന്നല്ലാതെ നന്നായിട്ട് എനിക്ക് ഓരോന്നും അറിയില്ല. പിന്നെയും കൂടുതൽ ബോണ്ടായിട്ടുള്ളത് അനസിനായിട്ടാണ് കേട്ടോ. ഒരു കാണുന്നു വർത്തമാനം പറയും അങ്ങനെ സംസാരിച്ചിട്ടാണ്. പിന്നെ എല്ലാവരും ഉണ്ട് വീട്ടിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ മുട്ടായി എല്ലാതും പൊട്ടിക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ചെറിയതായിട്ട് എല്ലാ വീട്ടിലുള്ള ഒരു ഇതുണ്ടാവുമല്ലോ, മുട്ടായി കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാവരും കാണലും എടുക്കലും പിടിക്കലും അതൊക്കെയാണ് പിന്നെ വീട്ടിൽ നടന്നത് കേട്ടോ. പിന്നെ ഇതിനൊരു വൈൻഡപ്പ് ഒന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ വീഡിയോ എടുക്കാനുള്ള മൈൻഡ് പോയി. എല്ലാവരും പോയതിന് ശേഷം ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടും അങ്ങനെ പോയി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ എൻഗേജ്മെൻറ്റ് ഡേയിൽ നടന്ന കാര്യങ്ങളൊക്കെ. എങ്ങനെയൊക്കെയുണ്ട് വീഡിയോ എന്നൊക്കെ നിങ്ങൾ എന്തായാലും അഭിപ്രായം പറയണം. അപ്പോൾ എന്തായാലും ബിന്ദിൻ്റെ ലുക്ക് എങ്ങനെയുണ്ടെന്ന് പറയാം. ബിന്ദിൻ്റെ അവളുടെ വുഡ് ബി എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. പിന്നെ വന്നവർക്കും പോയവർക്കൊക്കെ മിഠായൊക്കെ അമ്മ കൊടുത്തു. അവൾക്ക് കൊടുന്നിരുന്ന കാര്യങ്ങളൊക്കെയാണ് ഇത് കേട്ടോ. നല്ലൊരു അടിപൊളി ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു. എനിക്കതാണ്ടോ കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അവൾ പാക്ക് പൊട്ടിക്കണതാണ് അവർ കൊടുന്ന ഡ്രസ്സും അതേമാതിരി അവളുടെ ചപ്പലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അല്ലെങ്കിലും ഈ ഗൾഫിൽ നിന്ന് മിഠായി കൊണ്ടുവരുന്ന പെട്ടി തുറക്കണതും അതേമാതിരി മിഠായി കൊടുക്കലിനുള്ള ഹാമ്പേഴ്സ് പൊളിക്കണതൊക്കെ ഒരേ ഫീലാണല്ലേ. എനിക്ക് അങ്ങനെയൊക്കെയാണ് കേട്ടോ തോന്നിയത്. കാരണം ഇങ്ങനത്തെ ഒരു ഇത് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ്. നല്ലൊരു മൊമെൻ്റ് ആയിരുന്നു. ഓള് ഭയങ്കര ഹാപ്പി ആയിട്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു കാര്യങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതേമാതിരി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലായിട്ട് അറിയിക്കുക. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് തുടർന്ന് വീഡിയോകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതേമാതിരി അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.